നമുക്ക് അഭിലാലുണ്ട്. അഭിലാൽ, എന്താണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്? അവര് നിശ്ചയമായിട്ടും ഡേറ്റ് കാത്തിരിക്കുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താണ് പത്തനംതിട്ടയുടെ വീറും വാശിയും ഒക്കെ ഇപ്പോൾ? പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ച മുൻപെങ്കിലും തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുമെന്നുള്ളതായിരുന്നു മുന്നണികളുടെ ഒക്കെ തന്നെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ 2 ആഴ്ച മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തീയതികൾ പ്രഖ്യാപിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള താല്പര്യമാണ് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ രഹസ്യമായി പങ്കുവെക്കുന്നത്. കാരണം വലിയ തോതിലുള്ള ചൂട്, കാലാവസ്ഥ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്കകളുണ്ട്. കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് വരുന്ന നാളുകളിലൊക്കെ തന്നെ കനത്ത ചൂടിനുള്ള സാധ്യതയാണുള്ളത്. പല ജില്ലകളിലും 40-നടുത്ത് കാലാവസ്ഥ ഉയരാനുള്ള, പകൽ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വലിയ തോതിൽ ബാധിക്കും. മറ്റൊന്ന്, സാമ്പത്തികമായ വലിയ ചെലവിന് ഓരോ ദിവസം കഴിയും തോറും ലക്ഷങ്ങളുടെ അധിക ചെലവിലേക്ക് പ്രചാരണം എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ചുരുക്കത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് പത്തനംതിട്ട ഇത്തവണ കടുത്ത ത്രികോണ മത്സരത്തിന് ആന്റണി, തോമസ് ഐസക്, അനിൽ 3 പേരും ജയിക്കാൻ. ഞാൻ പക്ഷേ അവിടെ കൗതുകത്തോടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ആന്റണിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ AK ആന്റണി വരുമോ എന്നുള്ളതാണ്. വരുമായിരിക്കും, പക്ഷെ അത് ആ ഒരു വരവ് എന്ന് പറയുന്ന ഒരു 1.5 വരവായിരിക്കും.